എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രഞ്ച് സർക്കാരിൻ്റെ 2025 ഷെവലിയർ നൈറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന ബഹുമതിക്ക് അർഹനായ പ്രമുഖ ഇന്ത്യൻ സിനിമ കലാസംവിധായകൻ തോട്ട ധരണിയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ പ്രമുഖ ഇന്ത്യൻ സിനിമ കലാസംവിധായകൻ. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളിയുടെ 2025 പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളിയുടെ 2025 പുരസ്കാരം ലഭിച്ചത്. ഭാരതത്തിലെ ഏറ്റവും നീളമേറിയ സ്മാർട്ട് റോഡായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് വെള്ളയമ്പലം ചെന്തിട്ട റോഡ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം ചെന്തിട്ട റോഡാണ് ഭാരതത്തിലെ ഏറ്റവും നീളമേറിയ സ്മാർട്ട് റോഡായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ ആരുമായാണ് 7,995 കോടി രൂപയുടെ അഥവാ $960 ദശലക്ഷം സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? അമേരിക്ക. ഇന്ത്യ അമേരിക്കയുമായിട്ടാണ് 7,995 കോടി രൂപയുടെ സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ 2025 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ സ്പിയർ ആണ്. US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുക, മയക്കുമരുന്ന് ശൃംഖലകളെയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ 2025 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച സൈനിക ദൗത്യം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ബിസിനസ് പരിഷ്കരണ കർമ്മ പദ്ധതി 2024 റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി തയ്യാറാക്കിയ ബിസിനസ് പരിഷ്കരണ കർമ്മ പദ്ധതി ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ BRAP 2024 റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ പുതുതായി നിർമ്മിച്ച വ്യോമത്താവളം ന്യോമ. കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ പുതുതായി നിർമ്മിച്ച വ്യോമത്താവളമാണ് ന്യോമ. 2026 പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾക്ക് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത് ബെൽജിയവും നെതർലൻഡ്സും ചേർന്നാണ് 2026 പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾക്ക് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കലിംഗ സ്റ്റേഡിയം. ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള കലിംഗ സ്റ്റേഡിയമാണ് ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയ കരീബിയൻ ദ്വീപ് രാഷ്ട്രം കുറസാവോ. 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് കുറസാവോ എന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രമാണ്. റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനുകളിൽ ഉപയോഗിച്ചതിന് സമാനമായ mRNA സാങ്കേതികവിദ്യയിലുള്ള പുതിയ ക്യാൻസർ വാക്സിൻ എൻഡറോമിക്സ് എന്ന വാക്സിനാണ് റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനുകളിൽ ഉപയോഗിച്ചതിന് സമാനമായ mRNA സാങ്കേതികവിദ്യയിലുള്ള പുതിയ ക്യാൻസർ വാക്സിൻ എൻഡറോമിക്സ്.
ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ G20 ഉച്ചകോടി 20ാമത് G20 ഉച്ചകോടി. 2025 ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന 20ാമത് G20 ഉച്ചകോടിയായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ G20 ഉച്ചകോടി. വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനം, കാലാവധി, സർവീസ് വ്യവസ്ഥകൾ എന്നിവ നിഷ്കർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്? ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ട് 2021. വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനം, കാലാവധി, സർവീസ് വ്യവസ്ഥകൾ എന്നിവ നിഷ്കർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ട് 2021 സുപ്രീം കോടതി റദ്ദാക്കിയത്. കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കളമശ്ശേരി, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനം തേജസ്, LCA തേജസ് അല്ലെങ്കിൽ HAL തേജസ് എന്നറിയപ്പെടുന്ന തേജസ് എന്ന യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനം. 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം അടുത്തിടെ കണ്ടെത്തിയത് മഡഗാസ്കർ. 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം എമറാൾഡ് അടുത്തിടെ കണ്ടെത്തിയത് മഡഗാസ്കറിൽ നിന്നായിരുന്നു. വിചാരണ ഘട്ടങ്ങളിൽ നിയമപാലകരെയും ജുഡീഷ്യറിയെയും സഹായിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ ഇ-സാക്ഷ്യ. വിചാരണ ഘട്ടങ്ങളിൽ നിയമപാലകരെയും ജുഡീഷ്യറിയെയും സഹായിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് ഇ-സാക്ഷ്യ. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതി ഐശ്വര്യഗ്രാമം. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം. സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കുള്ള 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ച മുൻ ചിലി പ്രസിഡന്റും മുൻ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ വ്യക്തി മിഷേൽ ബാഷ്ലെ. മിഷേൽ ബാഷ്ലെയാണ് സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കുള്ള 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ച മുൻ ചിലി പ്രസിഡന്റും മുൻ UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ വ്യക്തി. 2025 വിശ്വസുന്ദരി കിരീടം നേടിയത് ഫാത്തിമ ബോഷ്. മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷാണ് 2025 മിസ് യൂണിവേഴ്സ് കിരീടം ചൂടിയത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാനിലെ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി. അൽഹാജ് നൂറുദ്ദീൻ അസീസിയാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാനിലെ വാണിജ്യ വ്യവസായ മന്ത്രി. കേന്ദ്ര സർക്കാരിൻ്റെ ജ്ഞാനഭാരതം മിഷന് കീഴിൽ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായി അംഗീകാരം ലഭിച്ച കോട്ടയത്തെ പ്രസിദ്ധമായ കുമാരനല്ലൂർ ദേവീക്ഷേത്ര സമുച്ചയത്തിലെ സ്ഥാപനം ഷേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഷേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജ്ഞാനഭാരതം മിഷന് കീഴിൽ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായി അംഗീകാരം ലഭിച്ച കോട്ടയത്തെ പ്രസിദ്ധമായ കുമാരനല്ലൂർ ദേവീക്ഷേത്ര സമുച്ചയത്തിലെ സ്ഥാപനം. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾക്കൊപ്പം തൊഴിൽ പരിശീലനം കൂടി സംയോജിപ്പിച്ചു നൽകുന്ന കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതി ക്രിയേറ്റീവ് കോർണർ. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾക്കൊപ്പം തൊഴിൽ പരിശീലനം കൂടി സംയോജിപ്പിച്ചു നൽകുന്ന കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. കാർബൺ ക്രെഡിറ്റുകൾ പങ്കിടുന്ന ജോയിൻ്റ് ക്രെഡിറ്റിംഗ് മെക്കാനിസം JCM ഏത് രാജ്യം ആരംഭിച്ച ഒരു ഉഭയകക്ഷി സംരംഭമാണ്? ജപ്പാൻ. കാർബൺ ക്രെഡിറ്റുകൾ പങ്കിടുന്ന ജോയിൻ്റ് ക്രെഡിറ്റിംഗ് മെക്കാനിസം JCM ജപ്പാൻ ആരംഭിച്ച ഒരു ഉഭയകക്ഷി സംരംഭമാണ്, ബൈലാറ്ററൽ സംരംഭം. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്
കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിൻ്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ഫ്രഞ്ച് തപാൽ സർവീസായ ലാ പോസ്റ്റ് പുറത്തിറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത്ത് ഖാൻ. നൂർ ഇനായത്ത് ഖാനാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിൻ്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ഫ്രഞ്ച് തപാൽ സർവീസായ ലാ പോസ്റ്റ് പുറത്തിറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ. 2025 ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ പ്രശസ്ത തമിഴ് നടനും റേസിംഗ് താരവുമായ വ്യക്തി അജിത് കുമാർ. അജിത് കുമാറാണ് 2025 ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പ്രശസ്ത തമിഴ് നടനും റേസിംഗ് താരവുമായ വ്യക്തി. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും വേണ്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അവതരിപ്പിച്ച പ്രത്യേക നമ്പർ 1600. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ BFSI സർക്കാർ സ്ഥാപനങ്ങൾക്കും വേണ്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസാണ് 1600. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ലീപ് എഞ്ചിനുകൾക്കായുള്ള ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഗ്രൂപ്പിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ MRO മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദ്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ലീപ് എഞ്ചിനുകൾക്കായുള്ള ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഗ്രൂപ്പിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ MRO കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദിലായിരുന്നു. ചൈനീസ് തായ്പേയിയെ പരാജയപ്പെടുത്തി 2025 വനിതാ കബഡി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. ഇന്ത്യയാണ് ചൈനീസ് തായ്പേയിയെ പരാജയപ്പെടുത്തി 2025 വനിതാ കബഡി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആതിഥേയ നഗരമായി പ്രഖ്യാപിച്ചത് അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിനെയാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആതിഥേയ നഗരമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ AI അധിഷ്ഠിത മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഭാരത് ജൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ AI അധിഷ്ഠിത മൾട്ടി മോഡൽ LLM ലാർജ് ലാംഗ്വേജ് മോഡൽ. ഐക്യരാഷ്ട്രസഭയുടെ 2027 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അഡിസ് അബാബ. എത്യോപ്യയിലെ അഡിസ് അബാബയാണ് ഐക്യരാഷ്ട്രസഭയുടെ 2027 COP32 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. ദേശീയ വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ വനിതകൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ ഹെൽപ്പ് ലൈൻ 144990 144990 ആണ് ദേശീയ വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ വനിതകൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിനുള്ളിലെ അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡിൻ്റെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി സ്ഥാപിച്ച നാവിഗേഷൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അനന്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ ACEN. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിനുള്ളിലെ അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡിൻ്റെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി സ്ഥാപിച്ച നാവിഗേഷൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് അനന്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ. ഊർജ്ജ സംരക്ഷണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സീം നാഷണൽ എനർജി മാനേജ്മെൻറ്റ് പുരസ്കാരം 2024 പ്ലാറ്റിനം വിഭാഗത്തിൽ സ്വന്തമാക്കിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഊർജ്ജ സംരക്ഷണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക്
സീം നാഷണൽ എനർജി മാനേജ്മെൻറ്റ് പുരസ്കാരം 2024 പ്ലാറ്റിനം വിഭാഗം സ്വന്തമാക്കിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2025 കേരള സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരത്തിൽ കെട്ടിടങ്ങൾ ബിൽഡിംഗ് വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് 2025 കേരള സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരത്തിൽ ബിൽഡിംഗ് കെട്ടിട വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ടെർമിനലുകൾക്കും കാർഗോ കെട്ടിടങ്ങൾക്കും ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ IGBCയുടെ നാഷണൽ നെറ്റ് സീറോ എനർജി റേറ്റിംഗ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ടെർമിനലുകൾക്കും കാർഗോ കെട്ടിടങ്ങൾക്കും ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ നാഷണൽ നെറ്റ് സീറോ എനർജി റേറ്റിംഗ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFI 2025 മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ആഷ് മേഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ ആഷ് മേഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രമാണ് സ്കിൻ ഓഫ് യൂത്ത്. IFFI 2025 ഗോന്ധാൽ എന്ന മറാത്തി ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള രജത മയൂരം ലഭിച്ചത് സന്തോഷ് ദവഖർ. സന്തോഷ് ദവഖറിനാണ് IFFI 2025 ഗോന്ധാൽ എന്ന മറാത്തി ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള രജത മയൂരം ലഭിച്ചത്. 56ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് രജനീകാന്ത്. 56ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് നടൻ രജനീകാന്തിനാണ്. IFFI 2025 എ പോയറ്റ് എന്ന സ്പാനിഷ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഉബൈമർ റിയോസ്. ഉബൈമർ റിയോസിനാണ് IFFI 2025 എ പോയറ്റ് എന്ന സ്പാനിഷ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം രജത മയൂരം ലഭിച്ചത്. IFFI 2025 ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന സ്ലൊവേനിയൻ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജാര സോഫിജ ഓസ്തൻ. ജാര സോഫിജ ഓസ്തനാണ് IFFI 2025 ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന സ്ലൊവേനിയൻ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള രജത പുരസ്കാരം ലഭിച്ചത്. IFFI 2025 ഭാരതീയ സിനിമയിലെ മികവിനുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ച തെലുഗു താരം നന്ദമുരി ബാലകൃഷ്ണ. നന്ദമുരി ബാലകൃഷ്ണയാണ് IFFI 2025 ഭാരതീയ സിനിമയിലെ മികവിനുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ച തെലുഗു താരം. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ ബുട്ടൻഡൻ DV എന്ന വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യത്തെ ഒറ്റ ഡോസ് വാക്സിൻ അംഗീകാരം നൽകിയത് ബ്രസീലാണ്. IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് 2025 അവലോകനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ട ഇന്ത്യയിലെ നാഷണൽ പാർക്ക് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. സിക്കിമിലെ കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ് IUCN വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് 2025 അവലോകനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളിലൊന്നായി അംഗീകരിക്കപ്പെട്ട ഇന്ത്യയിലെ നാഷണൽ പാർക്ക്. ശ്രീലങ്കയിലുണ്ടായ ഡിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിലുണ്ടായ ഡിത്വ എന്ന ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര് ലോക് ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേരാണ് ലോക് ഭവൻ. റായ്പൂരിൽ നടന്ന 60ാമത് അഖിലേന്ത്യാ DGP-IGP കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ. ഡൽഹിയിലെ
ഗാസിപൂർ പോലീസ് സ്റ്റേഷനാണ് റായ്പൂരിൽ നടന്ന 60ാമത് അഖിലേന്ത്യാ DGP IGP കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.